നമസ്കാരം ആർ പി. നമസ്കാരം. FCRA ചട്ടങ്ങൾ കുറച്ചെന്നല്ല വളരെയധികം കർശനമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് പറയുന്ന ഭേദഗതി തന്നെ വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ചട്ടങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കി. അതേ തുടർന്ന് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ സഭകൾ വല്ലാത്തൊരു അങ്കലാപ്പിലാണ്, പരസ്യമായി പ്രതികരിച്ചു. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ ശക്തമായി തന്നെ ഇതിൽ ഇടപെടണം, ഇതിനെ തടയണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? അല്ല, ഇതിൻ്റെ കാരണം എന്താണെന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ FCRA പുതിയ കാര്യമല്ല. ഫോറിൻ ഫണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്, കോടിക്കണക്കിന് വരുന്നുണ്ട്, എല്ലാ വർഷവും വരുന്നുണ്ട്. പക്ഷേ ഇത് സ്വീകരിക്കുന്നവർ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് മാത്രമല്ലല്ലോ. ഇതിൽ ഹിന്ദു ഓർഗനൈസേഷൻസ് ഉണ്ട്, മുസ്ലിം ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം മാതാമൃതാനന്ദമയ്യെ പോലെയുള്ള ആശ്രമങ്ങൾക്ക് കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വാമിനാരായൺ സംസ്ഥാൻ, മറ്റേ BAPS, അവർക്കൊക്കെ ഇതുപോലെ ഫോറിൻ ഫണ്ട് ലഭിക്കുന്നുണ്ട്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പോലെയുള്ള സംഘടനകൾക്ക് മുസ്ലിം ഓർഗനൈസേഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവരാരും പറയാത്ത, ഇവരാരും ഒബ്ജക്റ്റ് ചെയ്യാത്ത വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് ചില ക്രിസ്ത്യൻ സംഘടനകൾ വരുന്നത്. അവർ പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്, ഇത് ഓർഗനൈസ്ഡ് ലൂട്ടാണെന്ന് കഴിഞ്ഞ ദിവസം ആരോ പറയുന്നതായിട്ട്. ലീഗലൈസ്ഡ് ലൂട്ട്, അതായത് നിയമപരമായിട്ടുള്ള കൊള്ളയടിയാണ് എന്നാണ് ഒരു ദേശീയ മാധ്യമത്തിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി പറയുന്നതായിട്ട്. അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഡീമോണിറ്റൈസേഷൻ നടത്തിയത് ഓർഗനൈസ്ഡ് ലൂട്ടാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു, മുൻ പ്രധാനമന്ത്രി. അതുപോലെ അത് ഓർഗനൈസ്ഡ് ലൂട്ടായിരുന്നെങ്കിൽ ഇത് ലീഗലൈസ്ഡ് ലൂട്ടാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു വിദേശത്ത് നിന്ന് ഭാരതത്തിലെ ഒരു സംഘടനയ്ക്ക് നിയമപരമായി ലഭിക്കുന്ന പണം, ആ പണത്തിൽ സർക്കാർ ഒന്നും എടുക്കുന്നില്ല, ആ പണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് കൊള്ളയടിയാവുന്നത്? അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവർ ആദ്യം തൊട്ടേ പറയുന്നത് ഇതിനകത്തെ ചില പുതിയ ക്ലോസുകളാണ്. അറിയാമല്ലോ, അതായത് ലൈസൻസ് ക്യാൻസൽ ആവും, അതായത് നിങ്ങൾ റിന്യൂ ചെയ്തില്ല, നിങ്ങൾ കണക്കുകൾ സബ്മിറ്റ് ചെയ്തില്ല, അത് ലൈസൻസ് ക്യാൻസൽ ആവും എന്നുള്ളത് ഒന്ന്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ഇവർ ഭയപ്പെടുന്ന ഒന്ന് ഈ അസറ്റ് സീഷറാണ്. അതായത് നമ്മൾ നിയമവിദഗ്ധരൊന്നുമല്ല, നമ്മളിത് കണ്ടു വായിച്ച് മനസ്സിലാക്കിയതാണ്. അതായത് ഇതിൻ്റെ അസറ്റുകൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഇവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? ലീഗലൈസ്ഡ് ആയിട്ടാണ് ഈ പണം ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ, കൃത്യമായ ലൈസൻസ് അവർക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ഭയം വരുന്നു? ഇന്ത്യയിൽ ഏകാധിപത്യം ഒന്നുമല്ല, നിയമപരമായി ഒരു സ്ഥാപനം നടക്കുന്നു, നിയമപരമായ എല്ലാ ചട്ടങ്ങളും പാലിക്കുന്നു, എല്ലാ കണക്കുകളും കൃത്യമായിട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്ഥാപനത്തിന് എങ്ങനെ ലൈസൻസ് നിരോധിക്കാൻ പറ്റുക അല്ലെങ്കിൽ നിഷേധിക്കാൻ പറ്റുക? അവർക്ക് കോടതിയിൽ പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നുമല്ല, ഇതൊരു വലിയ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുകയാണ് സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് പെരുമാറുന്നത്. ഞങ്ങളെ ലക്ഷ്യം വെച്ചാണ് എന്ന് ചിലർക്ക് മാത്രം തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇതിൻ്റെ പകുതി ഉത്തരം കിട്ടും. അല്ലേ? അതെ. അപ്പോൾ ഇപ്പോൾ നിയമഭേദഗതി വന്നിട്ടില്ല. നിലവിലുള്ള 3 ചട്ടങ്ങൾ കർശനമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് NGOക്കളോ അല്ലെങ്കിൽ ഇതുപോലുള്ള സഭകളോ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങുമ്പോൾ എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് വരുന്നതെന്ന് വ്യക്തമാക്കണം. രണ്ടാമത്തേത് ആ ഫണ്ട് കൃത്യമായിട്ട് ആ ഉദ്ദേശത്തിന് മാത്രം, എന്തുദ്ദേശമാണോ പറഞ്ഞിരിക്കുന്നത് അതിന് മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ എന്നതിൻ്റെ കണക്കും കാര്യങ്ങളും ബോധ്യപ്പെടുത്തണം. മൂന്നാമത്തേത് ഈ വരുന്ന പണത്തിൽ നിന്ന് 1 രൂപ പോലും മതപരിവർത്തന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുവാൻ പാടില്ല. ഇത്രയും ചട്ടങ്ങൾ നിലവിലുള്ളതാണ്. അത് കുറച്ചുകൂടി കർശനമാക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് ഇതുവരെയുള്ള ബുദ്ധിമുട്ടല്ല, ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, അത് വേറൊരു. അതെ. അപ്പോൾ അവർ പറയുന്നത് ഈ സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് എന്ന് പറയുന്നതിന് മുമ്പ് അവർ പറയുന്ന NGOകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ഈ ചട്ടങ്ങൾ തടസ്സമാകും. അങ്ങനെ ഒരു സാഹചര്യമാണ് വരുന്നത്. ഈ ലോകത്ത് ഒരു രാജ്യത്തും സമ്മതിക്കുന്ന കാര്യമല്ല. ഇവർ ഈ പറയുന്ന ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഫണ്ട് വരുന്നു. ആ രാജ്യങ്ങളുടെ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാതെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കാൻ NGOസിന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഒരു രാജ്യത്തേക്ക് പണം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് വേണം ആ പണം വിനിയോഗിക്കാനെന്ന് പറയുന്നതിൽ എന്ത് നിയമവിരുദ്ധത? അതുകൊണ്ടാണ് ഈ കോടതി ഇതിനകത്ത് വരാത്തത്. അല്ലെങ്കിൽ ഇവർക്ക് കോടതി പോവാം, ഇവർ കോടതി പോവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ
നിയമനിഷേധമായിട്ട് അല്ലെങ്കിൽ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന യാതൊന്നുമില്ല. നിങ്ങൾ നിയമങ്ങൾ പാലിക്കൂ എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. അത് പാലിച്ചിട്ടില്ല ഇത്രയും കാലം. അപ്പൊ അതുകൊണ്ട് ആ ഒരു സൗകര്യം ഇനി മുമ്പോട്ടും ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നേ സർക്കാരും പറയുന്നുള്ളൂ. നിങ്ങൾ നിയമം പാലിക്കൂ, നിയമം പാലിച്ചേ ചെയ്യൂ. പിന്നെ മനോജ് ഇപ്പോൾ പറഞ്ഞ മതപരിവർത്തനം ഒരു വിഷയമാണ്. മതപരിവർത്തനം ഒരു വിഷയമാണ്. ഇവരിപ്പോൾ ചെയ്യുന്നത് അവരൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിൻ്റെ ലെവലിലേക്കാണ് പലരും മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും ആ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിലെല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും ഇതിനകത്ത് പ്രശ്നമില്ല. പലരും ഉണ്ട്. നമ്മുടെ തദ്ദേശീയമായ സഭകളിൽ പലരും വിദേശ സഹായം ലഭിക്കുന്നുണ്ടാവും. പക്ഷേ വിദേശ സഹായമല്ല ഞങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് കരുതാത്ത ആൾക്കാർ വേറെയും ഉണ്ട്. സ്വന്തമായിട്ട് വിശ്വാസികളുടെ പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നവരുണ്ട്. അവർക്കാർക്കും ഒരു പ്രശ്നവും ഇല്ലെന്നേ. എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ FCRAയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഒന്ന് നോക്കണം. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നിരവധി ആൾക്കാർ ഈ FCRA ഫണ്ടുകളിൽ നിയന്ത്രണം വേണം എന്നാവശ്യപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും എവിടെ വേണേ എടുത്തു റാൻഡമായിട്ട് നോക്കിക്കോളൂ. കാരണം ഇവരെല്ലാം പറയുന്നത്, നമ്മളല്ല പറയുന്നത്, ഇവരെല്ലാം പറയുന്നത് ഈ പണത്തിൽ പാതിയിൽ കൂടുതൽ ഇവരെല്ലാം കൂടെ പലരും പങ്കുവെക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ഒരു ഭേദഗതിയിൽ ഒന്ന് പറയുന്നത്, ഇതിലിപ്പോൾ ഒരു പണം സംബന്ധിച്ച് ദുരുപയോഗം സംബന്ധിച്ച് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അതിന് ഉത്തരവാദികളായിരിക്കുമെന്നാണ്. അതായത് മേജർ ഓഫീസ് ബെയറേഴ്സ് മാത്രമല്ല, ഇതിൻ്റെ ഗവേണിംഗ് കൗൺസിലിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ളവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഉണ്ടാകും. ഇതെന്തിനാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവർക്കറിയാം. കാരണം ഈ പണം ഉപയോഗിച്ച് ഭൂമി മേടിക്കുകയും ഭൂമി പിന്നെ കൈമാറ്റം ചെയ്യുകയും അങ്ങനെ ഒരു വലിയ സിസ്റ്റം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതിനെതിരെയാണ് ഈ പുതിയ ഭേദഗതി വരുന്നത്. ഇനി മതപരിവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞു. മതപരിവർത്തനം വളരെ കൃത്യമായിട്ടുണ്ടെന്നേ. അത് ആർക്കാ അറിയാൻ വയ്യാത്തത്. ഞങ്ങൾ ചാരിറ്റി നടത്തുന്നു, ഞങ്ങൾ സ്കൂളുകൾ, ആശുപത്രികളൊക്കെ നടത്തുന്നു. പക്ഷേ ഇതെല്ലാം മതത്തിൻ്റെ ടാഗോട് കൂടിയാണ്. നിങ്ങൾ മതവിശ്വാസികളാണ്, പക്ഷേ ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്നവരെ അല്ല ഈ പറയുന്നത്. പക്ഷേ ഇത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട്, ഒരു കണ്ടീഷനായിട്ട്, അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ കാണാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ അതിനുള്ളതല്ല. നിങ്ങൾ സേവനം ചെയ്യുന്നത് സേവനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആൾക്കാരെ മതം മാറ്റാനല്ല. പിന്നെ കേരളം പോലെയല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന മതപരിവർത്തനം അവിടെ വലിയ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്നേ. ഗിരിവർഗ, അതുപോലെ പട്ടികജാതി അവർ അറിയാമല്ലോ, അവർ ഒരുമിച്ച് താമസിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കുറേ പേരെ മതം മാറ്റി കഴിയുമ്പോൾ ആ ഗ്രാമങ്ങളിൽ തന്നെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു സാമൂഹിക പ്രശ്നവും കൂടിയാണ്. പിന്നെ ഇത് തീർച്ചയായിട്ടും മതപരിവർത്തനം എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ മതപരിവർത്തനം അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അനുകൂലിക്കുന്ന സർക്കാരും അല്ല ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലുമായിട്ട് കണ്ടില്ലേ, ഞങ്ങൾക്കെതിരെയാണ്, ഞങ്ങൾ വലിയ ചാരിറ്റി ചെയ്യുന്നവരല്ലേ, നിങ്ങൾ ചാരിറ്റി ചെയ്തോളൂ, പക്ഷെ നിയമപരമായിട്ട് ചെയ്യൂ. ഇത് മാത്രമേ നമ്മളും പറയുന്നുള്ളൂ. അതിനകത്ത് എന്താ ഇത്ര തെറ്റ്? അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജ്യത്ത് നിയമമനുസരിച്ച് ഞാനിപ്പോൾ ഒരു കാർഷിക ആവശ്യത്തിന് ഒരു ലോൺ എടുത്തിട്ട് അത് ഉപയോഗിച്ചൊരു വണ്ടി വാങ്ങിയാൽ പോലും അത് തെളിയിക്കപ്പെട്ടാൽ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്കെതിരെ നിയമ നടപടിയെടുക്കാം. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇത്തരം വാദങ്ങൾ, മുട്ടാപ്പോക്ക് വാദങ്ങൾ അവർ ഉന്നയിക്കുന്നത്. അല്ല, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ കാർഷിക ലോൺ പോലെ സർക്കാർ സംവിധാനത്തിൽ നിന്നോ ബാങ്കിൽ നിന്നോ എടുക്കുന്നതല്ല ഇത്. ഇത് വിദേശത്തു നിന്ന് സോഴ്സ് ചെയ്യപ്പെടുന്ന വലിയ തുകകളാണ്. ആ തുകകൾ ഭാരതത്തിൽ എന്തിനുപയോഗിക്കുന്നു, ആരാണ് ഈ തുകകൾ തരുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം. ഇപ്പൊ ബാങ്കുകൾ കൊടുക്കുന്ന, സർക്കാർ കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭാരതത്തിനുള്ളിൽ തന്നെ കൊടുക്കുന്ന ലോൺ പോലെ അല്ല ഇത്. ഇത് വിദേശത്ത് നിന്ന് വരുന്ന വിദേശ പണമാണ്, കണക്കില്ലാത്ത പണമാണ്. ആ വിദേശ പണത്തിന് കണക്കുണ്ടാകുക, ഉത്തരവാദിത്വം ഉണ്ടാകുക, അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെയും ബാധിക്കുന്ന വിഷയം കൂടിയാണെന്ന്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ആരും ബഹളം വെച്ചിട്ട് കാര്യമില്ല. അത് ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ബഹളം വെക്കുന്നത്. ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ആണ്. എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിനും ഇത് പ്രശ്നവും ഇല്ല. അപ്പോൾ ചിലർ മാത്രമാണ്
ഇതിനെ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലായിട്ട് ന്യൂനപക്ഷ വേട്ടയായിട്ട് ഒക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് ന്യൂനപക്ഷങ്ങൾ പോലും അങ്ങനെ കരുതുന്നില്ല. ഒരു രാജ്യത്ത് ഒരു നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വേട്ടയാകുന്നത്? അതിന് ഉത്തരം ഇവർ പറയണ്ടേ? അതെ, ആർ പി രാജ്യസുരക്ഷയെക്കുറിച്ച് സൂചിപ്പിച്ചത് നന്നായി. കാരണം രാജ്യസുരക്ഷ ആർ പി നേരത്തെ പറഞ്ഞ പോലെ സാമൂഹിക വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു പ്രവർത്തനത്തിനപ്പുറത്തേക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് തത്വമൈ ന്യൂസ് തന്നെ പുറത്തു കൊണ്ടുവരുന്നത് തിമോത്തി ഇനിഷ്യേറ്റീവിനുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് അമേരിക്കയിൽ നിന്ന് ഫണ്ടുകൾ വരുന്നു. FCRA നിയമത്തെ സംബന്ധിച്ച് അമേരിക്കൻ സർക്കാർ പല പ്രസ്താവനകൾ ഇറക്കുന്നു. അത്തരത്തിലുള്ളൊരു രാജ്യസുരക്ഷയെ ഭീകരമായി ബാധിക്കുന്ന ഒരു കാര്യത്തിനും തടയിടാൻ ഈ FCRA നിയമങ്ങൾ FCRAയുടെ പേരിൽ വലിയ ദുരുപയോഗം നടന്നിട്ടുണ്ട് മനോജ്. അത് ഈ മതപരിവർത്തനത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല, നിരവധി കാര്യങ്ങൾക്ക്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്. കാരണം FCRA എന്ന് പറയുമ്പോൾ കാര്യമായ ഒരു സ്ക്രൂട്ടണി ഒരിക്കലും ഉണ്ടായിട്ടില്ല കുറേ കാലം. അപ്പോൾ അതിനൊരു മാറ്റം വന്നപ്പോൾ തൊട്ട് ഈ പിടച്ചിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ പുതിയ ഭേദഗതി വരുമ്പോൾ ഈ ഭേദഗതി വളരെ സൂക്ഷ്മമായി FCRA നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതിയാണ്. അതായത് കുറിക്ക് കൊള്ളുന്ന ഭേദഗതികളാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ലക്ഷ്യത്തിലെത്തിയപ്പോൾ ഇത്രയും വലിയ പിടച്ചിൽ ഉണ്ടാകുന്നത്. അത് ഇമോഷണൽ ബ്ലാക്ക്മെയിലും ഉണ്ടോ? ഇനി ഇതുകൊണ്ടൊന്നും നിൽക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. സർക്കാരിൻ്റെ മേൽ വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാവും. അത് ഭാരതത്തിനുള്ളിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിനുള്ളിൽ നിന്നുള്ളത് കാര്യമായിട്ടൊന്നുമില്ല ഈ ബഹളം വെക്കുന്നതല്ല. പക്ഷെ അതിനപ്പുറം ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ചില ഇന്റർനാഷണൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് ഭാരതത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയാണെന്നുള്ള രീതിയിൽ അവർ ഇതിനെ വലിയ തോതിൽ പ്രൊപ്പഗൻഡ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സർക്കാരുകളിൽ നിന്ന് തന്നെ ഭാരത സർക്കാരിന്, മോദി സർക്കാരിന് സമ്മർദ്ദം ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം ഇതൊരു വലിയ ശൃംഖലയാണ്. കോടിക്കണക്കിന് രൂപ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും FCRA ഭേദഗതി ചട്ടങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നീക്കമാണ്. പക്ഷേ അത് അത്ര എളുപ്പമാവില്ല. സർക്കാരിന് വലിയ തോതിൽ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടിയും വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് തന്നെ വെച്ച് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അടിച്ചത് ഡൽഹിയിലാണെങ്കിലും നിലവിളി കേൾക്കുന്നത് ചില അരമനകളിലും അമേരിക്കയിലും ഒക്കെ ആണെന്ന് പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം ആർ പി. നന്ദി. നമസ്കാരം.